ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ചില സിറ്റുവേഷൻസ് എങ്ങനെ ഇംഗ്ലീഷിൽ എക്സ്പ്രസ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ചില സെന്റൻസസ് നമ്മൾ പറയുമ്പോൾ അതിലൊരു സമയം ടൈം മെൻഷൻ ചെയ്താണ് പറയാം. എന്നാൽ ചില സിറ്റുവേഷൻസ് ടൈം ഒന്നും പറയാതെയും പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള ചില സിറ്റുവേഷൻസിനെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതിലാദ്യം നമ്മൾ പറയുന്ന സിറ്റുവേഷൻ ലൈഫ് എക്സ്പീരിയൻസസിനെ കുറിച്ചാണ്. നമ്മൾ ചില കാര്യങ്ങൾ ചില സിറ്റുവേഷൻസിൽ നമ്മളുടെ ലൈഫ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാറുണ്ട്. അതിലാദ്യം ലൈഫ് എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. നമ്മളുടെ കോൺവെർസേഷനിൽ ചില സമയത്ത് നമ്മളുടെ ലൈഫ് എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാറുണ്ടല്ലേ. ചില സെന്റൻസുകളിൽ നമ്മൾ സമയം ടൈം മെൻഷൻ ചെയ്തായിരിക്കും പറയാം. എന്നാൽ ചില സെന്റൻസുകളിൽ നമ്മൾ ടൈം ഒന്നും മെൻഷൻ ചെയ്യാറില്ല. എപ്പോഴെങ്കിലും പാസ്റ്റിൽ എപ്പോഴെങ്കിലും നടന്നതായിരിക്കും. ഇപ്പോൾ കണ്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു പ്രത്യേക സമയം പറയണമെന്നില്ല. എന്നാൽ ആ ആക്ഷൻ പാസ്റ്റിൽ നടന്നതും ആയിരിക്കും. അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസ് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്നാണ് ആദ്യം വീഡിയോയിലൂടെ നോക്കുന്നത്. സെന്റൻസസ് നോക്കാം. സെന്റൻസ് നോക്കിയേ. രാഹുൽ ദുബായിൽ താമസിച്ചിട്ടുണ്ട്. രാഹുൽ ദുബായിൽ താമസിച്ചിട്ടുണ്ട്. ഇവിടെ താമസിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതല്ലാതെ വ്യക്തമായി ഏത് സമയത്ത് എപ്പോൾ താമസിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇത്തരം സിറ്റുവേഷൻസ് നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയാം. ഇത്തരം സിറ്റുവേഷൻസ് നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയാം. ടെൻസ് കേൾക്കുമ്പോൾ പേടിക്കേണ്ട, വളരെ സിമ്പിൾ ആണ്. ഏകവചനമാകുമ്പോൾ നമ്മൾ പറയുന്ന വ്യക്തി ഒരാളുള്ളെങ്കിൽ അവിടെ നമുക്ക് ഹാസ് ഉപയോഗിക്കാം സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ. ഇനി അതെല്ലാം ഒന്നിൽ കൂടുതൽ വ്യക്തികളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ നമുക്ക് ഹാവ് ഉപയോഗിക്കാം. ഹാസ് അല്ലെങ്കിൽ ഹാവിന്റെ കൂടെ വേർബിന്റെ മൂന്നാമത്തെ രൂപം പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപം നമുക്ക് ഉപയോഗിക്കാം. ഇത്രയേ ഉള്ളൂ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസ്, പ്ലൂറൽ ആണെങ്കിൽ ഹാവ്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഐ എന്നെ കുറിച്ച് പറയുമ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത് ഹാവ് ആണ്, ഹാസ് അല്ല. ഇതിനോട് കൂടി വേർബിന്റെ മൂന്നാമത്തെ രൂപം ചേർക്കുമ്പോൾ നമ്മുടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയി. അപ്പോൾ ലൈഫ് എക്സ്പീരിയൻസസ് പറയുമ്പോൾ ടൈം മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. ഇനി സെന്റൻസ് ഒന്ന് എഴുതി നോക്കാം. രാഹുൽ ദുബായിൽ താമസിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നത് രാഹുലിനെ കുറിച്ചാണ്. ഒരു വ്യക്തിയുള്ളൂ, അതുകൊണ്ട് തന്നെ ഹാസ് എഴുതി. ഇനി താമസിക്കുക എന്നതിന് നമ്മൾ ലിവ് എന്നാണ് പറയുന്നത്. വി ടു ലിവ്ഡ്. ഇതിന്റെ V3 എന്ത് തന്നെയാണ്? ലിവ്ഡ് എന്ന് തന്നെയാണ്. അപ്പോൾ V3 കിട്ടി. രാഹുൽ ഹാസ് ലിവ്ഡ്. എവിടെ താമസിച്ചിട്ടുണ്ട്? ദുബായ്. ഇൻ ദുബായ്. രാഹുൽ ഹാസ് ലിവ്ഡ് ഇൻ ദുബായ്. രാഹുൽ ദുബായിൽ താമസിച്ചിട്ടുണ്ട്. രാഹുലിന്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു ടൈം മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹാസ് ലിവ്ഡ്. അടുത്ത സെന്റൻസ് നോക്കാം. ഇപ്പൊ പറഞ്ഞ അതേ സെന്റൻസ് രാഹുൽ ദുബായിൽ താമസിച്ചിട്ടുണ്ട്. രാഹുലിന് പകരം മൈ ഫ്രണ്ട്സ് ആണെന്ന് വിചാരിക്കാം. എന്റെ കൂട്ടുകാർ. ഒന്നിൽ കൂടുതൽ വ്യക്തികളായി എന്റെ കൂട്ടുകാർ, മൈ ഫ്രണ്ട്സ് അല്ലേ. അപ്പൊ നമുക്ക് എഴുതാം മൈ ഫ്രണ്ട്സ് ഹാവ്. താമസിച്ചിട്ടുണ്ടെന്നോ വന്നിട്ടുണ്ടെന്നോ പോയിട്ടുണ്ടെന്നോ ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതാം. മൈ ഫ്രണ്ട്സ് ഹാവ് lived in Dubai. My friends have lived in Dubai. അപ്പൊ നേരത്തെ രാഹുൽ ഒരു വ്യക്തി ഉള്ളത് കൊണ്ടാണ് അവിടെ നമ്മൾ ഹാസ് യൂസ് ചെയ്തത്. ഇവിടെ മൈ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ വ്യക്തികളായി, അതുകൊണ്ട് നമ്മൾ ഹാവ് ലിവ്ഡ് എന്ന് യൂസ് ചെയ്തു. ഈ ഒരു ഡിഫറൻസ് മനസ്സിലാകാനാണ് സെയിം സെന്റൻസ് സബ്ജക്റ്റ് മാറ്റി പറഞ്ഞത്. അടുത്ത സെന്റൻസ് നോക്കാം. ഞങ്ങൾ 2 തവണ പാരീസ് സന്ദർശിച്ചിട്ടുണ്ട്. ഞങ്ങൾ 2 തവണ പാരീസ് സന്ദർശിച്ചിട്ടുണ്ട്. 2 തവണ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതല്ലാതെ എപ്പോൾ പോയെന്ന് എടുത്ത് പറയുന്നില്ല അല്ലേ. അപ്പൊ നമുക്ക് എഴുതാം വി. ഞങ്ങളല്ലേ വി. ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട് ഹാവ്. ഇനി V3 സന്ദർശിക്കുക, വിസിറ്റ്, വിസിറ്റഡ്.
We have visited Paris. എത്ര തവണ പോയിട്ടുണ്ട്? 2. 2 times. We have visited Paris 2 times. ഞങ്ങൾ 2 തവണ പാരീസ് സന്ദർശിച്ചിട്ടുണ്ട്. We have visited Paris 2 times. ഇതേ രീതിയിൽ നമുക്ക് ചോദ്യങ്ങളും ചോദിക്കാം. നീ മിഡ് നൈറ്റ് ചിൽഡ്രൻ വായിച്ചിട്ടുണ്ടോ? നീ മിഡ് നൈറ്റ് ചിൽഡ്രൻ വായിച്ചിട്ടുണ്ടോ? ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എപ്പോഴും തുടങ്ങുന്നത് ഒന്നില്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആയിരിക്കും, അതില്ലെങ്കിൽ ഒരു ഹെൽപ്പിംഗ് വേർബ് ആയിരിക്കും. ഇപ്പോൾ ഈ ചോദ്യത്തിനെ ഒരു നോർമൽ സെന്റൻസ് ആയിട്ട് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഐ ഹാവ് റെഡ് മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്നാണ്. ഷോർട്ട് ഫോംസിൽ എഴുതുന്നു എന്ന് മാത്രം കേട്ടോ. ഐ ഹാവ് റെഡ് മിഡ് നൈറ്റ് ചിൽഡ്രൻ. ഞാൻ മിഡ് നൈറ്റ് ചിൽഡ്രൻ വായിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു നോർമൽ സെന്റൻസ് പറയുന്നത്. ഇനി ഇതിനെ ക്വസ്റ്റ്യൻ ആക്കുമ്പോഴോ, നീ മിഡ് നൈറ്റ് ചിൽഡ്രൻ വായിച്ചിട്ടുണ്ടോ? നമ്മുടെ ഹെൽപ്പിംഗ് വേർഡ് ഇവിടെ ഉണ്ട് അല്ലേ? അതല്ലെങ്കിൽ അതിന് ചേരുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡ്. ഇവിടെ ഹെൽപ്പിംഗ് വേർഡ് ഉള്ളത് കൊണ്ട് ആ ഹെൽപ്പിംഗ് വേർഡ് നമുക്ക് യൂസ് ചെയ്യാം, ഹാവ്. ഇനി നീ എന്നാണ് നമ്മൾ ചോദിക്കുക. ഹാവ് യു റെഡ് മിഡ് നൈറ്റ് ചിൽഡ്രൻ? ഹാവ് യു റെഡ് മിഡ് നൈറ്റ് ചിൽഡ്രൻ? നീ മിഡ് നൈറ്റ് ചിൽഡ്രൻ വായിച്ചിട്ടുണ്ടോ? നീ അവൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടോ? നീ അവൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടോ? ഹാവ് യു സെൻറ്റ് മെസ്സേജസ് ടു ഹർ? ഹാവ് യു സെൻറ്റ് മെസ്സേജസ് ടു ഹർ? നീ അവൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടോ? നീ ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഹാവ് യൂസ് ചെയ്തത്. അവൾ അവന് മറുപടി നൽകിയിട്ടുണ്ടോ? അവൾ അവന് മറുപടി നൽകിയിട്ടുണ്ടോ? അവൾ ആയതുകൊണ്ട് ഹാസ്. ഒരാളല്ലേ ഉള്ളൂ. ഹാസ് ഷീ റിപ്ലൈഡ് ടു ഹിം? ഹാസ് ഷീ റിപ്ലൈഡ് ടു ഹിം? അവൾ അവന് മറുപടി നൽകിയിട്ടുണ്ടോ? ഹാസ് ഷീ റിപ്ലൈഡ് ടു ഹിം? എനിക്ക് രാഹുലിനെ 10 വർഷമായിട്ട് അറിയാം. എനിക്ക് രാഹുലിനെ 10 വർഷമായിട്ട് അറിയാം. അപ്പൊ ഇവിടെ ഒരു ടൈം തന്നിട്ടുണ്ടല്ലേ, എത്ര വർഷമായിട്ട് അറിയാന്നുള്ളത്. ഐ ഹാവ് നോൺ. ഐ ഹാവ് നോൺ. അറിയുക എന്നതിന് നോയാണ് അതിന്റെ V3. ഐ ഹാവ് നോൺ രാഹുൽ for 10 years now. I have known Rahul for 10 years now. എനിക്ക് രാഹുലിനെ 10 വർഷമായിട്ട് അറിയാം. I have known Rahul for 10 years now. മഞ്ജു ഉച്ചയ്ക്ക് 2 മണി മുതൽ ഇവിടെയുണ്ട്. മഞ്ജു ഉച്ചയ്ക്ക് 2 മണി മുതൽ ഇവിടെയുണ്ട്. മഞ്ജു has been here since 2 p.m. Manju has been here since 2 p.m. മഞ്ജു ഉച്ചയ്ക്ക് 2 മണി മുതൽ ഇവിടെയുണ്ട്. മഞ്ജു has been here since 2 p.m. ഞാൻ ഇവിടെ 10 ദിവസം ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ 10 ദിവസം ജോലി ചെയ്തിട്ടുണ്ട്. I have worked here. I have worked here for 10 days. For 10 days. I have worked here for 10 days. ഞാൻ ഇവിടെ 10 ദിവസം ജോലി ചെയ്തിട്ടുണ്ട്. I have worked here for 10 days. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചില സിറ്റുവേഷൻസിൽ, അതായത് കൂടുതലായും ലൈഫ് എക്സ്പീരിയൻസസ് പറയുന്ന സിറ്റുവേഷൻസിൽ ടൈം മെൻഷൻ ചെയ്ത് പറയുമ്പോഴും പ്രത്യേകിച്ച് ഒരു ടൈം മെൻഷൻ ചെയ്യാതെ പറയുമ്പോഴും നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3, ഇത്ര മാത്രമേ അതിൽ ഓർക്കാനുള്ളൂ. ഹാസ് എന്ന് പറയുമ്പോൾ സിംഗുലർ സബ്ജക്റ്റ്, ഹാവ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ സബ്ജക്റ്റ്.
വ്യക്തികളോ ഒബ്ജക്റ്റോ എന്തുമാകാം. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആയി വരുമ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാവ് തന്നെയാണ്. ഇനി V3 വെർബിന്റെ മൂന്നാമത്തെ രൂപം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയി. ചില സിറ്റുവേഷൻസ് അങ്ങനെയാണ്, നമ്മൾ പറയുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ കൺഫ്യൂസ് ചെയ്യും എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളത്. കണ്ടിട്ടുണ്ട്, വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്, ഇത്തരം സിറ്റുവേഷൻസിൽ ചിലപ്പോൾ സമയം പറയും, ചിലപ്പോൾ സമയം പറയില്ല. ഇതെല്ലാം നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ എക്സ്പ്രസ് ചെയ്യാം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ യൂസസ് ഇവിടെ തീരുന്നില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ടെൻസ് വെച്ച് പറയാം. ബാക്കി പോയിന്റ്സ് എല്ലാം അടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.